കലൈഡോസ്കോപ്പിലേക്ക് സ്വാഗതം. ഇത്തവണ കലൈഡോസ്കോപ്പിന്റെ ക്യാമറയുമായി ഞാൻ പോയത് മേളപ്പുറത്തേക്കാണ്. നമ്മുടെ കുഞ്ഞനുജത്തിമാരും അനുജന്മാരും തീർത്ത മേളപ്പെരുക്കത്തിൽ അങ്ങനെ കാതോർത്ത് നടന്നു. അതിനിടയിൽ ചില ജീവിതങ്ങളെ പരിചയപ്പെട്ടു. കലയെന്ന ഒറ്റ മതത്തിന് കീഴിൽ ഇവരെല്ലാവരും ഒന്നായ കാഴ്ച. ആ കാഴ്ചകളിലേക്കാണ് ഇത്തവണ കലൈഡോസ്കോപ്പ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ചില നേരിലും നോവിലുമൊക്കെ തീർത്തെടുത്ത അവരുടെ ജീവിതങ്ങളിലേക്ക് കൂടി കലൈഡോസ്കോപ്പ് പോകുന്നു. മലപ്പുറത്തിന്റെ മണ്ണിൽ കലോത്സവ വേദികളിൽ അതിഥികളായി രണ്ടുപേരെത്തി ഇത്തവണ. വെടിയച്ചു മുഴങ്ങുന്ന കാശ്മീരിൽ നിന്നും. അവർ തങ്ങളുടെ നാടിനെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഈ നാടിനെയും സ്നേഹിക്കുന്നു, അറിയാൻ ആഗ്രഹിക്കുന്നു. ആസിഫിന്റെയും മിൻഹാജിന്റെയും സ്വപ്നങ്ങളിലെല്ലാം കാശ്മീരിൽ ഒരിക്കൽ വരുന്ന സമാധാനത്തെക്കുറിച്ചാണ്. ഈ നാട്ടിലെ ഈ കലോത്സവ വേദിയിൽ അവർ പങ്കുവച്ചതും ആ ആശങ്കകളും ആഗ്രഹങ്ങളുമായിരുന്നു. ഇവർ വന്നത് വെടിയൊച്ചകൾ നിലയ്ക്കാത്ത ഒരു നാട്ടിൽ നിന്നാണ്. ഇന്ത്യയുടെ മുകൾ ഭാഗത്ത് ഭൂമിയിലെ സ്വർഗം എന്ന് വിളിപ്പേരുള്ള ഒരു നാട്ടിൽ നിന്ന്. കശ്മീരിന്റെ പ്രശ്നഭരിത കാലാവസ്ഥയിൽ നിന്ന് കേരളത്തിന്റെ സൗഹൃദ പച്ചപ്പിലേക്ക് പഠിക്കാനായി വന്നതാണ് ആസിഫും മിഹ്രാജും. ഉറുദു പ്രസംഗത്തിന്റെ മിടുക്കൻ ഭാവങ്ങളുമായി വന്നാണ് ഇരുവരും മേളയുടെ താരങ്ങളായത്. സ്നേഹഹർഷങ്ങളിൽ മുങ്ങിയപ്പോഴും അവരുടെ കണ്ണിൽ നനവ് പൊടിയുന്നുണ്ടായിരുന്നു. കാതങ്ങൾക്കുമകലെ സംഘർഷഭൂമിയുടെ കീഴിൽ പാർക്കുന്ന തങ്ങളുടെ ഉറ്റവരുടെ ഓർമ്മകളിലേക്ക് അവരെ കൈപിടിച്ചു നടത്തി കേരള കലോത്സവത്തിലെ കാഴ്ചകൾ. മേള അവർക്ക് മുന്നിൽ ഒരു അത്ഭുതമായി വിരിഞ്ഞു. സൗഹൃദത്തിന്റെ കാഴ്ചകൾ. ജാതിമത രാഷ്ട്രീയ ഭേദമില്ലാതെ ഒരു ജനത മുഴുവൻ ഒന്നായി അണിചേരുന്ന കലാസമ്മേളനം അവർക്ക് പുതിയ അനുഭവമായിരുന്നു. ഇങ്ങനെയൊന്ന് തങ്ങളുടെ നാട്ടിൽ ഉണ്ടായിരുന്നെങ്കിലെന്ന് അവരുടെ മനസ്സ് കൊതിച്ചു. ഇങ്ങനെയൊരു മേള ഉണ്ടായിരുന്നുവെങ്കിൽ നാട്ടിലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നു എന്നും ഈ മനസ്സുകൾ കണക്കുകൂട്ടുന്നു. If there will be this like programs and this like festivals, I think the problem, I think the students, I think the youth will go to the school, because the one problem is they are not getting the higher education. If they will get higher education with these like activities, so they will get good interest to study. But there is a lack of this like programs, so there should be this like programs for better and for betterment of the youth. 2006 ഇവർ കേരളത്തിലെത്തിയത്. കോഴിക്കോട് കാരന്തൂരിലെ മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളാണിവർ. അവിടെ കാശ്മീരിൽ നിന്നു തന്നെ വേറെയും കൂട്ടുണ്ട് അവർക്ക്. ഉറുദു പ്രസംഗത്തിൽ എ ഗ്രേഡോടെ ഇരുവരും 1ാം സ്ഥാനം തന്നെ കരസ്ഥമാക്കി. കശ്മീരിന്റെ പ്രശ്നഭരിത കാലാവസ്ഥയെപ്പറ്റിയും ഇവർക്ക് സ്വന്തം കാഴ്ചപ്പാടുകളുണ്ട്. സമാധാനം വൈകില്ല എന്ന് തന്നെ ഇവർ ഉറപ്പിക്കുന്നു. So I hope peace will come back in Kashmir and will have the same condition in same peace in Kashmir like there is in Kerala. കേരളത്തിന്റെ സുഖങ്ങളിൽ കഴിയുമ്പോഴും ഇവർ കൊതിക്കുന്നുണ്ട് സ്വന്തം മണ്ണിൽ ഉറ്റവരോടൊപ്പം സ്വന്തമായൊരു ജീവിതം. മേളപ്പറമ്പിൽ ആ കൈപിടിച്ചവരൊക്കെയും അതിനായി പ്രാർത്ഥിച്ചു കാണും. ഇതുപോലെ നിറങ്ങളുടെയും നിറങ്ങൾ പിടിപ്പിച്ച സ്വപ്നങ്ങളുടെയും ഒരു മേളയാണ് കലോത്സവം.
എന്നാൽ ഈ കലോത്സവ വേദിയിൽ വ്യത്യസ്തയാകുന്ന ഒരുവളുണ്ട്, സലീന. അവൾക്ക് കലോത്സവം എന്നാൽ ജീവാത്മാവാണ്, പരമാത്മാവും. സലീനയുടെ വാക്കുകളിലും വരികളിലുമെല്ലാം ഈ സൗന്ദര്യവും നിറങ്ങളും ഒക്കെ തന്നെയാണ്. പക്ഷേ ഇവയൊന്നും കാണാനുള്ള കഴിവോ അതൊക്കെ അനുഭവിക്കാനുള്ള ഭാഗ്യമോ ദൈവമോൾക്ക് നൽകിയില്ല. എങ്കിലും അവൾ സന്തുഷ്ടയാണ് ഈ കലോത്സവ വേദികളിൽ. ഇളനീർ കുളിരോലും നിളയുടെ നീരം കളഭ സുരഭിയാമം നളതമയന്തിക്കാഥയിൽ മുഴുകി ഇളവേൽക്കുകയായി. താൻ പാടുമ്പോൾ മുന്നിൽ വിസ്മയത്തോടെ വിരിയുന്ന കേൾവിക്കാരുടെ കണ്ണുകൾ സലീന കാണുന്നില്ല. അതെന്നല്ല, സലീനയ്ക്ക് ഒന്നും കാണാൻ കഴിയില്ല. വിധി സലീനയോട് ഇങ്ങനെയാണ് ചെയ്തത്. കണ്ണുകളിൽ ഇരുട്ട് നിറഞ്ഞ കാലത്തെ പാട്ടുകൊണ്ട് സാന്ത്വനപ്പെടുത്തിയ സലീനയ്ക്ക് കാലം സമ്മാനമായി നൽകിയതാണ് കേരള സ്കൂൾ കലോത്സവത്തിലെ ലളിതഗാന മത്സരവേദി. ഒപ്പം മത്സരിച്ചവരെല്ലാം വന്ന് സലീന ജയിക്കണമെന്ന് കൈപിടിച്ച് പറഞ്ഞപ്പോൾ അതുവരെ കലോത്സവ വേദി കാണാതിരുന്നൊരു സ്നേഹത്തിന്റെ നനവറിഞ്ഞു. ഒപ്പമുണ്ടായിരുന്ന ഗുരുക്കന്മാരും ഉമ്മ നഫീസയും. കരയാനറിയാത്ത സലീന അവർക്കെല്ലാം അഴകുള്ള പാട്ടുകൾ പാടിക്കൊടുത്തു. എത്ര പാടിയാലും സലീനയ്ക്ക് മതിവരില്ലെന്ന് തോന്നും, ഓരോ പാട്ടിനോടും സലീന കാണിക്കുന്ന സ്നേഹം കാണുമ്പോൾ. എന്നാൽ കേരള സ്കൂൾ കലോത്സവത്തിലെ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ ലളിതഗാന മത്സരവേദിയിൽ കണ്ടപ്പോൾ സലീന സന്തോഷവതിയായിരുന്നു. ടിവിയിൽ വരുന്നത് ഇഷ്ടമാണെന്നായിരുന്നു ആദ്യ മറുപടി. പിന്നെ വേദിയിൽ പാടിയ പാട്ട് സലീന ഞങ്ങൾക്കായി ഒന്നുകൂടി മൂളി. അഴകുള്ള സലീനയെപ്പോലെ സുന്ദരിയായ നിളയെക്കുറിച്ചുള്ള പാട്ട്. വൈകല്യത്തിന്റെ വേദനകളെ ചിരിച്ചുകൊണ്ട് പാടിത്തോൽപ്പിക്കുന്ന സലീനയെ കണ്ടപ്പോൾ മത്സരഫലം എന്തായാലെന്ത് എന്ന് തോന്നിപ്പോയി. മുഴുകി ഇളവേൽക്കുകയായി ശിശിരം. മലപ്പുറം എടപ്പാൾ ഐലക്കാട് സാലിയുടെയും നഫീസയുടെ മകൾ സലീന ജനിച്ചന്നു മുതൽ ലോകത്തെ കണ്ടത് ഇരുട്ടിലൂടെയായിരുന്നു. അങ്ങനെ കണ്ണും കാതും രണ്ടും രണ്ടല്ലെന്നറിഞ്ഞപ്പോഴാണ് സലീന കാതുകളെ വശീകരിക്കാൻ തുടങ്ങിയത്. പാടിപ്പാടി കർണാടക സംഗീതത്തിൽ ഈ പ്രായത്തിൽ നേടാവുന്ന ഉയരങ്ങൾ കീഴടക്കി. കരുണയാ ജഗദീശ സാരസാക്ഷ പരിപാലയ മാമയി സന്തതോ കരുണയാ ജഗദീശ സാരസാക്ഷ റഹ്മാനിയ സ്പെഷ്യൽ സ്കൂളിലെ ഉഷാ നാരായണൻ എന്ന അധ്യാപിക സലീനയുടെ പാട്ടിന്റെ വഴിയായി. പിന്നെ കൈപിടിച്ചത് ടീച്ചറായിരുന്നു. ഓരോ വേദികളിലേക്കും ടീച്ചർ സലീനയെ കൂട്ടിക്കൊണ്ടുപോയി. മുന്നിൽ ഒരുപാട് പേർ ഇരിക്കുമ്പോൾ എങ്ങനെ പാടണമെന്ന് പഠിപ്പിച്ചു. ടീച്ചറാണ് സലീനയ്ക്ക് പാട്ടിന്റെ കാണാ കാഴ്ചകളെ പരിചയപ്പെടുത്തിയത്. മാസങ്ങളെടുത്ത് മറ്റുള്ളവർ പഠിക്കുന്ന ജതികൾ സലീന ഒറ്റ ദിവസം കൊണ്ട് പഠിച്ച് പാടുന്നത് കേട്ട് അമ്പരന്നത് താനാണെന്ന് മലപ്പുറത്തെ കലോത്സവ വേദിയിലേക്ക് ഒപ്പം വന്ന ഉഷ ടീച്ചറുടെ കമന്റ്. എനിക്കൊരു 3-4 വയസ്സാകുമ്പോഴേ പാട്ടിനോടുള്ളൊരു സംഗീതത്തിനോടുള്ളൊരു താല്പര്യമുള്ളൊരു കുട്ടിയായിരുന്നു. ചെറുപ്പം തൊട്ടേ പാട്ടിനോട് എന്നുള്ളൊരിത് പാട്ടിങ്ങനെ ചെറുപ്പത്തിലെ ഒരിതായിരുന്നു. അങ്ങനെയാണ് സംഗീതത്തിലേക്ക് ഇറങ്ങി വന്നത്. 1ാം ക്ലാസ് മുതലേ എനിക്ക് സംഗീതത്തിലേക്ക് ഇറങ്ങി വന്നു. ആദ്യമൊക്കെ എനിക്ക് ചെറുതായിട്ടൊരു മടി ഉണ്ടായിരുന്നു, പാടാനൊക്കെ ആദ്യം മടിയായിരുന്നു. പിന്നെ എന്നെ ഇതുവരെ പഠിപ്പിച്ചു ഉഷ ടീച്ചറാണ് എൻ്റെ മടിയൊക്കെ മാറ്റി എന്നെ ഈ രംഗത്തേക്ക് വരെ എത്തിച്ചത്. ഇപ്പോൾ സലീന ഇരുട്ടിനെ കുറിച്ച് ഭയം തോന്നുമ്പോൾ പാട്ടുപാടും. പാട്ടിന്റെ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കണമെന്നുണ്ട് സലീനയ്ക്ക്. അവിടെയും സഹതാപമല്ല, പാട്ട് മറ്റുള്ളവരെ പാടി കേൾപ്പിക്കാനുള്ള ആവേശം മാത്രം. സംസ്ഥാന കലോത്സവത്തിലെ വേദിയിൽ പാടിയ ആവേശം മാത്രം മതി തനിക്ക് ഇനിയുള്ള സംഗീത ജീവിതത്തിൽ പ്രോത്സാഹനത്തിന് എന്നുകൂടി സലീന പറഞ്ഞു കേട്ടിറങ്ങിയപ്പോൾ ഉള്ളിൽ നിളയെക്കുറിച്ച് സലീന പാടിയ പാട്ടു മാത്രം. ഇളനീർ കുളിരോലും നിളയുടെ തീരം. ഒരു വേദിയിൽ നിന്ന് മറ്റൊരു വേദിയിലേക്ക് ഒരു ഇടവേളയുടെ ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ഇടവേള എടുക്കുന്നു. അടുത്ത വേദിയിൽ കാണാം.
കലോത്സവ വേദികളിലെ നിറസാന്നിധ്യമാണ് റസാഖ് താഴത്തങ്ങാടി. ആളാരാണെന്ന് ചോദിച്ചാൽ ഒരു ഫോട്ടോഗ്രാഫറാണ്. തൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽപ്പെട്ട പ്രശസ്തരടക്കമുള്ളവരെ ഇന്നും അദ്ദേഹം ഓർത്തിരിക്കുന്നു. ആ ക്യാമറ ക്ലിപ്പിൽ തിരിഞ്ഞവരിൽ പലരും ഇന്ന് പ്രശസ്തിയുടെ പടവുകൾ കയറിയവരാണ്. റസാഖിയെ പരിചയപ്പെടാം. കലോത്സവത്തിന്റെ പടവുകളിലൂടെ പ്രശസ്തിയിലേക്ക് കയറിപ്പോയ പലരും ഈ ക്യാമറയെ കടന്നുപോയി കാണും. കലോത്സവത്തിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്ത് ഈ ക്യാമറയിൽ പതിഞ്ഞ പല പ്രതിഭകൾക്കും ഇപ്പോൾ വയസ്സ് 40 കഴിഞ്ഞിട്ടുണ്ടാകും. ഇത് റസാഖ് താഴത്തങ്ങാടി. 51 വർഷത്തെ കലോത്സവ ചരിത്രത്തിൽ പാതിയിലും ഈ മനുഷ്യനുണ്ടായിരുന്നു. ക്യാമറയുമായി കൗമാര പ്രതിഭകൾക്ക് കൂട്ടിരുന്ന റസാഖിന് ഇതൊരു തപസ്യ. ദൃശ്യമാധ്യമങ്ങൾ കാൽച്ചിലങ്കയുടെയും ചെണ്ടമേളത്തിൻ്റെയും ഒക്കെ സൗന്ദര്യത്തെ പകർത്തിയെടുക്കും മുമ്പ് തൻ്റെ ക്യാമറ കണ്ണിലൂടെ ഒപ്പിയെടുത്ത് നാടിനെ അറിയിച്ച ഫോട്ടോഗ്രാഫർ. 1988 മുതൽ കേരളത്തിലെ അങ്ങോളമിങ്ങോളമുള്ള കലാമാമാങ്ക സദസ്സുകളിൽ മുടങ്ങാതെ എത്തുന്ന റസാഖിനെ ഏവർക്കും അറിയാം. ഒരു കൈയിൽ തൂക്കിപ്പിടിച്ച ക്യാമറയുമായി ഇദ്ദേഹം ഇവിടെ എത്തും. ഒരു വേദിയിൽ നിന്ന് മറ്റൊരു വേദിയിലേക്ക് തനിക്ക് വീണു കിട്ടുന്ന ചില സുന്ദര മുഹൂർത്തങ്ങളെ ഒപ്പിയെടുക്കാൻ റസാഖിക്ക ഹാജർ. കലോത്സവത്തിന്റെ പല ഭാവങ്ങൾ കണ്ട ഇക്കയ്ക്ക് പക്ഷേ ഓരോ മേളയും പുതുമ നിറഞ്ഞതാണ്. പത്ര ഫോട്ടോഗ്രാഫറായ റസാഖിക്കയ്ക്ക് കലോത്സവം എന്നാൽ പുതുജീവൻ കിട്ടിയ പോലെയാണ്. ഏവരും കാണുന്ന എന്നാൽ ആരും കാണാത്ത കലയുടെ കേളികൊട്ടിനെ ഒറ്റ ക്ലിക്കിൽ ഇദ്ദേഹം പകർത്തിയെടുക്കും. 26 വർഷത്തെ കലോത്സവ അനുഭവത്തിൽ മിന്നിമാഞ്ഞത് പ്രശസ്തരടക്കമുള്ള പ്രതിഭകൾ. മഞ്ജു വാര്യരുടെ നടനചാരുതയും ഉണ്ടപ്പക്രുവിന്റെ കഥാപ്രസംഗ മികവും റസാഖിക്കയുടെ ക്യാമറ ക്ലിക്കിലൂടെ ലോകമറിഞ്ഞു. മാധ്യമം പത്രത്തിന്റെ ഔദ്യോഗിക ഫോട്ടോഗ്രാഫറായ റസാഖിക്കയ്ക്ക് സംസ്ഥാന സർക്കാർ 2 തവണ അവാർഡ് നൽകി ആദരിച്ചു. നിരവധി പുരസ്കാരങ്ങൾ തേടിയെത്തിയിട്ടുള്ള റസാഖിക്കയ്ക്ക് പക്ഷേ ഈ കൗമാരമേള ഏതിലുമേറെ പ്രിയപ്പെട്ടതാണ്. മാധവിക്കുട്ടിയുടെ ജീവിതചരിത്രം ചിത്രങ്ങളിലൂടെ പകർത്തി മലയാളത്തിന് സമ്മാനിച്ച ഈ പ്രതിഭയുടെ സാന്നിധ്യം എന്നും കലോത്സവ നഗരിക്ക് മാത്രമല്ല മത്സരാർത്ഥികൾക്കും ഏറെ പ്രചോദനം നൽകുന്നു. സ്കൂൾ കലോത്സവം മാത്രമല്ല യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളും കായികമേളയുമൊക്കെ അത്യാവശ്യത്തോടെ പകർത്തിയിട്ടുള്ള റസാഖ് താഴത്തങ്ങാടി മലപ്പുറത്തിന്റെ മണ്ണിലെത്തിയതും ഈ സൗന്ദര്യത്തിന്റെ ആരാധകനായതുകൊണ്ട് തന്നെ. കലയുടെ കേളികൊട്ടരങ്ങേറിയ മലപ്പുറത്തേക്ക് ഒരു തോളിൽ ക്യാമറയും തൂക്കി ഇദ്ദേഹം ഇത്തവണയും എത്തി. ആരവങ്ങൾക്കും ആഘോഷങ്ങൾക്കും ആവേശങ്ങൾക്കുമിടയിലൂടെ തനിക്കായി വീണ് കിട്ടുന്ന സുന്ദര കാഴ്ചകളെ ഒപ്പിയെടുക്കാൻ. കലകളുടെ സംഗമവേദിയാണ് കലാമാമാങ്കമായ കലോത്സവം. പ്രതിഭകളുടെയും കൗമാരക്കാരുടെയുമൊക്കെ സംഗമവേദി. ഈ സംഗമവേദിയിൽ സന്യാസത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾ എത്താറുണ്ട് മുടങ്ങാതെ. കഴിഞ്ഞ 40 വർഷത്തോളമായി കലോത്സവ വേദികളിലെ സജീവ സാന്നിധ്യമായ യതീന്ദ്രസ്വാമി ഇത്തവണയും മുടങ്ങാതെ മലപ്പുറത്തുമെത്തി. തൻ്റെ ഇഷ്ട ഇനങ്ങളായ ഭരതനാട്യവും മോഹിനിയാട്ടവുമൊക്കെ കാണാനായി. ഒപ്പം പൊതുപ്രവർത്തനവും പത്രവിതരണവും മുടങ്ങാതെയുണ്ട് കൂടെ. യതീന്ദ്രസ്വാമി ഒരു കലാകാരനല്ല, പക്ഷേ തികഞ്ഞൊരു കലാ ആസ്വാദകനാണ്. കാഷായ വസ്ത്രമണിഞ്ഞ് കയ്യിൽ ഒരു കെട്ട് പത്രവും മനസ്സു നിറയെ കലയോടുള്ള ഇഷ്ടവും നിറച്ചൊരു മനുഷ്യൻ. അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ഇദ്ദേഹം പിന്നീട് സന്യാസത്തിലേക്ക് തിരിഞ്ഞെങ്കിലും ഭരതനാട്യത്തോടും മോഹിനിയാട്ടത്തോടുമൊക്കെയുള്ള അടങ്ങാത്ത പ്രണയാസ്വാദനം കൈവിട്ടില്ല. ആദ്യകാലങ്ങളിലെ താരം പട്ടണക്കാട് പുരുഷോത്തമൻ മുതൽ മഞ്ജു വാര്യരും അമ്പിളി ദേവിയും വരെ സ്വാമിജിയുടെ കണ്ണുകളിൽ തിളക്കമായി. ആശ്രമത്തിലെ യോഗയ്ക്കും മറ്റു മതനിഷ്ഠകൾക്കൊന്നും നൽകാൻ കഴിയാത്ത മനസുഖവും ആത്മീയ സംതൃപ്തിയും ഈ വേദികളിൽ നിന്ന് ലഭിക്കുമെന്നാണ് സ്വാമിയുടെ അനുഭവ സാക്ഷ്യം. ശരിക്കും നമ്മൾ ഉഴിച്ചിലും പിഴിച്ചിലും ഒക്കെ നടത്തുമല്ല, അല്ലെങ്കിൽ യോഗ ധ്യാന ജപം കൊണ്ട് നേടിയെടുക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ
നമുക്ക് സന്തോഷപൂർണ്ണമാക്കാം, മനസ്സിന് സമാധാനം തരും. വിദ്വാംസ പ്രവർത്തകർ പോലും ഈ കലോത്സവം കണ്ടു കഴിഞ്ഞാൽ സാത്വികരായിട്ട് മാറുന്നതാണ്. സാത്വിക സ്വഭാവം ഉൾക്കൊള്ളാൻ ഈ കലകൾക്ക് കഴിയും. അതുകൊണ്ട് നമ്മുടെ പോസിറ്റീവ് എനർജി കൂടുതലായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ അനുഭവം. ആയിരത്തി 1962 ആരംഭിച്ച കലോത്സവ നഗരികളിലേക്കുള്ള സഞ്ചാരം അദ്ദേഹം ഇന്നും തുടരുന്നു. അതിരാവിലെ സ്വാമി പത്രങ്ങൾ വിതരണം ചെയ്തും കുശലാന്വേഷണം നടത്തിയും ഒരു വേദിയിൽ നിന്ന് മറ്റൊരു വേദിയിലേക്ക് ഒരു സഞ്ചാരിയെപ്പോലെ നടക്കും. ഇഷ്ട ഇനങ്ങൾ തേടിപ്പിടിച്ച് കണ്ണിമ ചിമ്മാതെ കണ്ടാസ്വദിക്കാൻ. കലോത്സവത്തിലെ 2 കാലങ്ങളെ മനസ്സിൽ അടയാളപ്പെടുത്തുന്നു സ്വാമി. അന്നത്തെ പോലെയല്ല ഇന്ന് എന്ന് പറയുമ്പോൾ സ്വാമിയുടെ വാക്കുകളിലുണ്ട് ഇത്തിരി അമർഷവും സങ്കടവും. അന്ന് ഒരു അത്ര വലിയ മത്സരം ഇല്ലായിരുന്നു, സ്പർദ്ധകൾ കുട്ടികൾ തമ്മിലുള്ള അല്ലെങ്കിൽ രക്ഷിതാക്കളോ ടീച്ചേഴ്സ് തമ്മിലോ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ എല്ലാവരും പണം മുടക്കി പോലും ചിലപ്പോൾ ഈ ജഡ്ജികളെ സ്വാധീനിക്കുന്ന ഒരു നിലവാരത്തിൽ നമ്മൾ ഉയർന്നെന്ന് പറയാൻ പറ്റില്ല, താഴ്ന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അന്ന് ഇങ്ങനെയുള്ള ഒരു മത്സരത്തിൽ ആരും വിധികർത്താക്കളെ സ്വാധീനിക്കുന്ന ഒരു ഏർപ്പാട് അന്നില്ലായിരുന്നു. ഇന്ന് ഈ രീതിയിലാണ് ഇപ്പോൾ പോകണമെന്നാണ് പല വിധികർത്താക്കളും ആ രീതി വരുന്നുണ്ട്. കാലം എത്ര ചെന്നാലും കലയുടെ ഇളമുറക്കാരുടെ ഈ ഉത്സവം നീനാൾ വാഴുക തന്നെ ചെയ്യുമെന്ന സ്വാമിക്ക് ഉറപ്പ്. ആ മേളങ്ങളിലേക്കൊക്കെ കുപ്പായമിടാതെ തനി പച്ച മനുഷ്യനായി സ്വാമി നടന്നു ചെല്ലും. നിറക്കാഴ്ചകൾ ഒരുക്കി വെച്ച് കലോത്സവം കാത്തിരിക്കുന്നു. പക്ഷേ ഒരു കുഞ്ഞിടവേള കൂടി. കലോത്സവ കാഴ്ചകളിൽ നിന്നും ഒപ്പിയെടുത്ത ഒരു ലാൻഡ്സ്കേപ്പ് കൂടിയുണ്ട് ഇത്തവണ. അതിലേക്ക് കൂടി പോയിട്ട് നമുക്ക് പൂർത്തിയാക്കാം. ആവേശപ്പുറത്തേറിയ മലപ്പുറത്തിന്റെ കാഴ്ചയാണിത്. കലോത്സവത്തെ നെഞ്ചേറ്റിയ മലപ്പുറത്തിന്റെ യഥാർത്ഥ കാഴ്ച. മലപ്പുറം നെഞ്ചേറ്റിയ ആ കാഴ്ചകൾ ചിലതെങ്കിലും ഒപ്പിയെടുക്കാൻ എനിക്കുമായി. കലിഡോസ്കോപ്പിന്റെ പുതിയൊരധ്യായത്തിലേക്ക് വരുവാനായി ഈ പ്രത്യേക പതിപ്പ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും വിശേഷങ്ങളും വിശകലനങ്ങളും എല്ലാം കലിഡോസ്കോപ്പിനെ അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ, കലിഡോസ്കോപ്പ്, ഇന്ത്യ വിഷൻ, ടുറ്റൂസ് ടവർ, പാടിവട്ടം, കൊച്ചി. വിളിക്കേണ്ട നമ്പർ 9447498601. വീണ്ടും മറ്റൊരു കാഴ്ചകളിലേക്ക് എത്തുന്നതിനായി ഇപ്പോൾ ഞാൻ വിട പറയുന്നു.